ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. യേശു രൂപാന്തരപ്പെടുന്നു. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട് ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഏലിയായുടെ ആഗമനം. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൻ്റെ രൂപാന്തരപ്പെടൽ. യേശുവും ശിഷ്യന്മാരും മലയുടെ മുകളിലേക്ക് പോയി. ആ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുകയും യേശു പ്രകാശപൂരിതമായി, യേശുവിൻ്റെ വസ്ത്രം ധവളം പോലെ വെട്ടിത്തിളങ്ങി എന്നാണ് പറയുന്നത്. ശിഷ്യന്മാർ പറയുകയാണ്, നമുക്കിവിടെ ഒരു 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് യേശു. മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുകയാണ്, മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ നിങ്ങൾ ഈ ദർശനം ആരോടും പറയരുതെന്ന് ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. ഇങ്ങനൊരു ദർശനം ഉണ്ടായതായി നിങ്ങൾ ആരോടും സംസാരിക്കരുതെന്ന്. യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ദർശനം അവരെ അനുസരിക്കുകയും ചെയ്തു. വിശുദ്ധ സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് 3 കൂടാരങ്ങളെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും യേശുവിനെ രൂപാന്തരീകരണത്തിനെക്കുറിച്ചും എല്ലാം ഇവിടെ വ്യക്തമായി പറയുന്നു. നമുക്ക് സുവിശേഷത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.